ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് നാഗസ്തുതിയുടെ രണ്ടാമത്തെ സ്റ്റാൻസ പഠിക്കാം, അതിന്റെ അർത്ഥവും മനസ്സിലാക്കാം. ദോഷഹരണം കീർത്തികരണം വിത്ത് കൽമഷനാശകം അർത്ഥദേഹ മംഗളം നാഗനാഗം ആശ്രയേഹം നാഗനാഗം 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 ആശ്രയേഹം നാഗനാഗം 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 ആശ്രയേഹം. ദോഷഹരണം കീർത്തികരണം വിത്ത കൽമഷ നാശകം. അതായത് ദോഷങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ ദോഷങ്ങളും അനിഷ്ടകരമായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് വരുന്ന എല്ലാ ദോഷങ്ങളും മാറ്റി കീർത്തിയെ വർദ്ധിപ്പിക്കുക എന്നതാണ് ഭഗവാൻ. നാഗദേവനായ ഭഗവാൻ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദോഷങ്ങളും മാറ്റി നമ്മുടെ കീർത്തിയെ, അതായത് നമ്മുടെ റെപ്യൂട്ടേഷനെ ഉയർത്തിക്കൊണ്ടുവരും എന്നതാണ് പറയുന്നത്. വിത്ത കൽമഷ നാശകം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസിനെ നാഗദേവനെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അർദ്ധദേഹ മംഗളം നാഗനാഗം ആശ്രയേഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം പ്രോസ്പെരിറ്റി ആൻഡ് ഓസ്പീഷ്യസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നാഗദേവനെ ആരാധിക്കുന്നതിലൂടെ, ശിവന്റെ ആഭരണമാകുന്ന നാഗദേവനെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സമ്പൽ സമൃദ്ധികളെ, നമ്മുടെ മംഗളകരമായ കാര്യങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ഈ ഒരു സ്റ്റാൻസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.